3 മലയിടുക്കുകളിലായി 9 ഹെയർപിൻ വളവോടെ 12 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് താമരശ്ശേരി ചുരം എന്നറിയപ്പെടുന്ന വയനാട് ചുരം. ഈ ചുരം കോഴിക്കോടിനെ വയനാടുമായും കേരളത്തിനെ കർണാടകയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന മലമ്പാതയാണ്. ഈ ചുരത്തിന്റെ നിർമ്മിതിക്ക് പിന്നിൽ ഒരു ചതിയുടെ കഥയുണ്ട്, ക്രൂരതയുടെ കഥയുണ്ട്, ഒരു വിശ്വാസ വഞ്ചനയുടെ ചരിത്രമുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മലബാറിൽ ബ്രിട്ടീഷ് ഭരണം കൊടുമ്പിരി കണ്ട 19-ാം നൂറ്റാണ്ട്. കോഴിക്കോട്ടെ സാമൂതിരി തട്ടകത്തിൽ ആധിപത്യം ഉറപ്പിച്ച ബ്രിട്ടീഷുകാർ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള കാട്ടിലെ വസ്തുക്കൾ കടത്താനും മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താനെ പിടിച്ചു കെട്ടാനും വയനാട് വഴി ഒരു മലമ്പാത അന്വേഷിക്കുകയാണ്. ആ മല വഴി മൈസൂരിലേക്ക് ഒരു പാത നിർമ്മിക്കാമെന്ന പല ബ്രിട്ടീഷ് എഞ്ചിനീയർമാർക്കും അതിന് സാധിച്ചില്ല. വിഷപ്പാമ്പുകൾ, കാട്ടാന, കടുവ എന്നിവയായിരുന്നു പ്രധാനമായും വഴിവെട്ടാൻ പോയ ബ്രിട്ടീഷുകാർക്ക് തടസ്സമായി നിന്നിരുന്നത്. നാട്ടുകാർക്കും നാട്ടിലെ പ്രമാണിമാർക്ക് പോലും ഇക്കാര്യത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് മലമുകളിൽ നിന്ന് ആട്ടിൻകൂട്ടവുമായി താഴ്വാരത്തേക്ക് വരുന്ന കാട്ടുമൂപ്പനെ കുറിച്ച് നാട്ടുകാർ ബ്രിട്ടീഷുകാരോട് പറയുന്നത്. കാരിരുമ്പിന്റെ കരുത്തുള്ള ശരീരവും ഗോത്രാധികാരത്തിന്റെ പ്രതീകമായ പട്ടിൽ നിർമ്മിച്ച വസ്ത്രങ്ങളും ധരിച്ച വയനാടൻ കാടുകളെ കൈരേഖ പോലെ മനസ്സിലാക്കിയ കാടിന്റെ മകനായിരുന്നു അവൻ, കരിന്തണ്ടൻ. ബ്രിട്ടീഷുകാരുടെ ആവശ്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കിയ കരിന്തണ്ടൻ തന്റെ ഗ്രാമത്തിലെ ജനങ്ങൾക്കും പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യം തുറന്നു കിട്ടും എന്നതിനാൽ തന്നെ വഴിവെട്ടാൻ കരിന്തണ്ടൻ തീരുമാനിച്ചു. മൃഗങ്ങൾക്ക് മനുഷ്യരെക്കാൾ വേഗത്തിൽ ഉയരം കീഴടക്കാനുള്ള എളുപ്പവഴി കണ്ടെത്താനാകും എന്ന ഗോത്ര അറിവാണ് കരിന്തണ്ടനെ വഴിവെട്ടാൻ സഹായിച്ച പ്രധാന കാര്യം. അങ്ങനെ അദ്ദേഹം ആടുമാടുകളെ അഴിച്ചുവിട്ടുകൊണ്ട് അവർ സഞ്ചരിച്ച പാതയിലൂടെ കരിന്തണ്ടനും സഞ്ചരിച്ചു. പതിയെ ആ പാതയിലൂടെ തന്നെ കരിന്തണ്ടൻ കോഴിക്കോട് നിന്ന് ഇന്നത്തെ വയനാട് ചുരത്തിന്റെ പാത വെട്ടി. ലോക ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്ന ഈ പാതയെക്കുറിച്ച്, ഈ പാത വെട്ടിയ കരിന്തണ്ടനെ നാളെ ലോകം പുകഴ്ത്തിപ്പാടും എന്ന് ബ്രിട്ടീഷുകാർ സ്വാഭാവികമായിട്ടും ഭയന്നു. അന്നത്തെ കാലത്ത് ലോകത്ത് പ്രബലമായ ബ്രിട്ടീഷ് സൈന്യം ഒരു മലമ്പാത വെട്ടാൻ കേവലം ഒരു ആദിവാസിയുടെ സഹായം തേടേണ്ടി വന്നു എന്നത് അവർക്ക് ഒരു കുറച്ചായി തോന്നിക്കാണാം. അത്ര പെട്ടെന്നൊന്നും കരിന്തണ്ടനെ കീഴടക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ കരിന്തണ്ടന് മേൽ ഒരു ചതി പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാത്രി കാടിനുള്ളിൽ എത്തിച്ച് ഇരുട്ടിന്റെ മറവിൽ അവർ കരിന്തണ്ടനെ വെടിവെച്ചു കൊന്നു. കൊടും ചതിയുടെ വെടിയേറ്റ കരിന്തണ്ടൻ വയനാടിന് കാട്ടിൽ നിലം പതിച്ചു. ആനയുടെ ഉപദ്രവം കാരണമാണ് കരിന്തണ്ടൻ എന്ന് വരുത്തി തീർത്തുകൊണ്ട് കരിന്തണ്ടന്റെ മൃതദേഹം ബ്രിട്ടീഷുകാർ ആദിവാസി സമൂഹത്തിന് തിരികെ നൽകി. അതേസമയം കരിന്തണ്ടന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ തന്നെ ബ്രിട്ടീഷുകാർ പുതിയ പാതയോടെ വെട്ടിത്തുടങ്ങി. വഞ്ചനയാൽ കൊല്ലപ്പെട്ട കരിന്തണ്ടന്റെ ആത്മാവ് വയനാടൻ ചുരത്തിലൂടെ അലഞ്ഞു നടക്കുന്നുവെന്നും അതിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ അപകടത്തിൽപ്പെടുത്തുന്നുവെന്നും വിശ്വസിക്കുന്ന വലിയൊരു ശതമാനം ആൾക്കാർ ഇന്നുമുണ്ട്. വളരെ കുട്ടിയായിരുന്ന സമയത്ത് ഈ കഥകളിൽ വിശ്വസിച്ച ഒരാളും കൂടിയായിരുന്നു ഞാൻ. അന്നത്തെ കാലത്തെ ഒരു പ്രശ്നപരിഹാരം എന്ന നിലയ്ക്ക് കരിന്തണ്ടന്റെ ആത്മാവിനെ ലക്കിടിയിലെ ഒരു ആൽമരത്തിൽ തറച്ചു എന്നാണ് ചരിത്രം. ഈ ആൽമരം വയനാട്ടിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടത്തിന്റെ അവിടെ തന്നെ നമുക്ക് ഇന്നും കാണാവുന്നതാണ്. ഒരു പക്ഷേ കരിന്തണ്ടൻ എന്നത് ഒരു ഐതിഹ്യമോ അല്ലെങ്കിൽ ഒരു കെട്ടുകഥയോ ആയിരിക്കാം. എങ്കിലും വംശീയ ചൂഷണത്തിനും ആധിപത്യത്തിനും ഇരയാകുന്ന വയനാടൻ ആദിവാസി സമൂഹത്തിന് ഈ വാഴ്മൊഴി കഥകളിലെ കരിന്തണ്ടൻ അവരുടെ നേതാവും ആദിവാസി സമൂഹത്തിന്റെ ജീവിതത്തിന്റെ പ്രതീകവുമാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി.